ഹായ് എവരി വൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ചായിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് ലേറ്റായി പോയത്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗുമായിട്ടാണ്. നമ്മൾ മറൈൻ അക്വേറിയം കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണാം. അതിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ കണ്ടു നോക്കാം. അങ്ങനെ നമ്മളിതാ അക്വേറിയത്തിൽ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കയറി ഉടനെ തന്നെ കാണാൻ പറ്റുന്നത് ഒരു കാർ അക്വേറിയമാണ്. നല്ല ഭംഗിയിൽ അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സിലിണ്ടർ അക്വേറിയം കൂടെ കാണുന്നുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ഓട്ടോറിക്ഷ അക്വേറിയം. അങ്ങനെ ഓരോ തരത്തിൽ ഓരോ തീമിലാണ് ഇവർ ഈ അക്വേറിയങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം പിന്നെ രണ്ട് സൈഡിലായിട്ട് പലതരത്തിൽ നല്ല ഭംഗിയിലുള്ള ഫിഷുകളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ഭംഗിയിൽ ആയിട്ടുള്ള വലിയ വലിയ ഫിഷുകളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഇതിൽ ഫ്ലാഷ് അടിക്കാനൊന്നും അങ്ങനെ പറ്റില്ല. ചെറിയൊരു വെളിച്ചം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു വെളിച്ചത്തിലെടുക്കുന്ന കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആയതുകൊണ്ടാണ് ചിലതൊന്നും നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്ലാസ്സുമേലും അങ്ങനെ ചാരി നിൽക്കാനോ തൊടാനൊക്കെ പറ്റില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ വിട്ട് നിന്നിട്ട് കാണാനൊക്കെ പറ്റുന്നുള്ളൂ. പിന്നെ നല്ല വില കൂടിയ ഒരു ടൈപ്പ് ഫിഷാണ് ഈ ഒരു കാണുന്നത്. ഇതിലായിട്ട് ഒരു 250 ഇനം മത്സ്യങ്ങൾ ഈ ഒരു അക്വേറിയത്തിലുണ്ട് കേട്ടോ. ഓരോ അക്വേറിയത്തിലായിട്ട് ഇതിന് മൊത്തം അതുപോലെ തന്നെ 15,000-ലധികം മത്സ്യങ്ങളും ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഓരോ അക്വേറിയത്തിൻ്റെ അടുത്തും അതിലുള്ള ഫിഷുകളുടെ പേരും അതിൻ്റെ ഒറിജിനും ഒക്കെ എഴുതിയിട്ടുള്ളൊരു ബോർഡുണ്ട്. അപ്പോൾ നമുക്കത് വായിച്ചാൽ മനസ്സിലാവും ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ഫിഷുകളാണെന്നുള്ളതൊക്കെ. ഇതിലിപ്പോൾ തിരണ്ടി, സ്റ്റാർ ഫിഷ്, അതുപോലെ കോഴിക്കാർപ്പ്, ഷാർക്ക്, ഈല്, ആരാപ്പൈമ, ക്രാബ്, കാറ്റ് ഫിഷസ്, പാരറ്റ് ഫിഷ്, അങ്ങനെ ഒരുപാട് ഗോൾഡ് ഫിഷ്, ഏഞ്ചൽ ഫിഷ്, പലതരത്തിലുള്ള ഫിഷുകളും ഓരോ അക്വേറിയങ്ങളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം നടന്ന് കാണാനുള്ള അക്വേറിയങ്ങളുണ്ട് കേട്ടോ. ഓരോ തീമിലായിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ